നമുക്ക് നേരെ പാലക്കാടേക്ക് പോകാം. പാലക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ മാർച്ച് അത് വലിയ സംഘർഷാവസ്ഥയിലേക്ക് അക്രമാസക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രവർത്തകരെ പലരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു നീക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഉന്തും തള്ളും പോലീസുമായി ഉണ്ടാവുകയും ചെയ്യുന്നു. കുറച്ചധികം പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ഉള്ളിലേക്ക് ഓടിക്കയറുകയും ഒക്കെ ചെയ്തിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സമരം, ആ സമരത്തിന് വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായിട്ടുള്ള ഡൽഹി പോലീസിന്റെ അതിക്രമം, അതിനുശേഷം കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രൊട്ടസ്റ്റ്, കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന മർദ്ദനം, പ്രവർത്തകർക്ക് നേരെയുണ്ടായിട്ടുള്ള പോലീസിന്റെ കയ്യേറ്റം, ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം ഉണ്ടാകുന്നത്. കെ അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ. MLA ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ നടത്തുന്ന പ്രതിഷേധം. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പാലക്കാട് അത് അതിശക്തമാവുകയാണ്. അവിടെ കിടന്നു പ്രതിഷേധിക്കുന്ന പ്രവർത്തകർ ഉൾപ്പെടെ നമുക്ക് കാണാം. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, പ്രവർത്തകരെ ആരെങ്കിലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവിടെ നിന്നും നിലത്ത് കിടന്നൊക്കെ പ്രതിഷേധിക്കുന്നത് കാണാം. വാഹനത്തിനകത്തേക്ക് കുറച്ചുപേരെ കയറ്റുന്നത് കാണാം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കുറച്ച് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിലേക്ക് കയറ്റി. അതിനിടയിൽ ബാക്കി പ്രവർത്തകർ ഈ വാഹനത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തങ്ങൾ വാഹനം എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ്. പക്ഷേ നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ അങ്ങനെ കടന്ന് പ്രതിഷേധിച്ചവരെയൊക്കെ തന്നെ മാറ്റുകയാണ്. അവരെയൊക്കെ തന്നെ മാറ്റി ഈ വാഹനത്തിന് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ്. ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഒരു വിഭാഗം പ്രവർത്തകരെ പൂർണ്ണമായി തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർ പിരിഞ്ഞു പോകുമോ അതോ ഇനിയും പ്രതിഷേധം തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതാനും നിമിഷങ്ങളായി വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് പാലക്കാട് പോസ്റ്റ് ഓഫീസ് പരിസരം വേദിയാകുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് പ്രവേശിച്ചു. അതിനുശേഷം പിന്നീട് ബാക്കി വന്ന പ്രവർത്തകർ നടപടിയാണ്. എന്തായാലും സമയക്കുറവുള്ളതുകൊണ്ട് കൂടിയാണ് പാലക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് ഉണ്ടായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിവരങ്ങളാണ് ഗോകുല പങ്കുവയ്ക്കുന്നത്.